ഒക്കെ വായിച്ചു കേട്ടിട്ടുണ്ടായിരുന്നു. ഇൻഫാക്ട് ഞാൻ പിന്നെ സിംഗപ്പൂരിൽ UN വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് പിന്നെ കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ളയായിരുന്നു ഇന്ത്യൻ ഹൈക്കമ്മീഷണർ. അദ്ദേഹവും ഞാനും കൂടി നാരായണ ഗുരുവിന്റെ ഒരു ഫംഗ്ഷന് വേണ്ടി പോയി പ്രസംഗിച്ച ഇപ്പൊ കൂടി ഓർമ്മയുണ്ട്. അപ്പോൾ നാരായണ ഗുരുവിനെ കുറിച്ച് വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, അദ്ദേഹത്തിന്റെ ചിന്ത, അദ്ദേഹത്തിന്റെ ഒരു മഹാൻ വ്യക്തിയും അദ്ദേഹത്തിന്റെ സാമൂഹ്യ വിപ്ലവം കൊണ്ടുവന്ന് ശരിക്കും ഒരു എന്താ പറയുക സൈലൻസ് റെവല്യൂഷൻ കൊണ്ടുവന്ന ഒരു വ്യക്തിയായിട്ട് അറിയാം. പക്ഷെ അതിൻ്റെ ഒപ്പം ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് തിരുവനന്തപുരത്ത് വന്ന ശേഷം മാത്രമാണ്, ഈ നമ്മളുടെ ഓരോരോ മുക്കിൽ അദ്ദേഹത്തിനെ പിന്നെ പ്രാർത്ഥിക്കാനും പിന്നെ വേർഷിപ്പ് ചെയ്യാനും ഓരോരോ ഷ്രൈനുകൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം ജനങ്ങളുടെ മനസ്സും ഹൃദയത്തിലും മനസ്സിലാക്കാൻ തുടങ്ങി ഞാൻ ഇവിടെ വന്നിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇത്ര വലിയ സ്വാധീനമുള്ള ഒരു മനുഷ്യൻ, എത്ര ആൾക്കാർ ശരിക്കും അദ്ദേഹത്തിനെ ഒരു ദൈവമായിട്ട് കൂടി കാണുന്നു ചിലവര്. ഇങ്ങനെ ഒരു വ്യക്തിയെ എന്തുകൊണ്ടാണ് ഡൽഹിയിലോ കൽക്കട്ടയിലോ ബോംബെയിലോ ആരും നിങ്ങൾ പേര് ചോദിച്ചാൽ കൂടി ആർക്കും അറിയാത്തത്? പക്ഷെ ശരിക്കും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കേരളത്തിന്റെ വെളിയിൽ അല്ലെങ്കിൽ ദക്ഷിണ ഭാരതത്തിന്റെ തെക്കൻ ഭാരതത്തിന്റെ വെളിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 10 പേരിൽ 9 പേർക്ക് നാരായണ ഗുരു ആരെന്ന് അറിയില്ല. അപ്പൊ അതിനെ എങ്ങനെ മാറ്റാൻ സാധിക്കും?